ഇന്ദിരാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് ഈ അടുത്ത കാലം വന്നു അല്ലേ? CPI-യിലായിരുന്നു. അവിടുത്തെ ചില അഴിമതി കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞു, വിവാദത്തിലായി. ഇപ്പൊ സമാധാനം ഉണ്ടോ ജീവിതത്തില്? വളരെയധികം സമാധാനമുണ്ട്. അതിനിടയ്ക്ക് വീണ്ടും ചെന്ന് രാഹുലിന്റെ കാര്യം പറഞ്ഞ പ്രശ്നത്തിലായില്ലേ? ഇല്ല, അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അത് പിൻവലിച്ചോ? ഇല്ല, പാർട്ടി പറഞ്ഞില്ലേ പിൻവലിക്കാൻ പറഞ്ഞില്ല. വിശദീകരണം ചോദിച്ചിരുന്നു, അത് വിശദീകരണം കൊടുത്തു. തൃപ്തികരമായിരുന്നു പാർട്ടിക്ക്? അത് താങ്കൾക്കല്ല, പാർട്ടിക്ക് തൃപ്തികരമായിരുന്നു. കുഴപ്പമില്ല അല്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി, പ്രത്യേകിച്ച് ഹോൾ തരംഗം പുള്ളിക്കെതിരായി പോകും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രീനാദേവി കുഞ്ഞമ്മ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് പരിചയം തഴക്കവും പഴക്കവും ഉള്ള ഒരാള് മാങ്കൂട്ടത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ ഇറങ്ങിയതിന്റെ പിന്നിൽ എന്തായിരുന്നു ചേതോവികാരം? എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പരാതിക്കാരെ കുറിച്ച് ഒന്നും പറയാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലല്ലാതെ ഇതിന്റെ ഫോർ ഫ്രണ്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ചിലരെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുള്ള അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ മണ്ടരാണ് എന്ന് ധരിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇപ്പം സർ ഉൾപ്പെടെ 24 ഉൾപ്പെടെ എല്ലാ ചാനലുകളിലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ എന്ത് പ്രൊസീഡിങ്സ് ഉണ്ടായാലും അഭിപ്രായം ചോദിക്കുവാനായിട്ട് ചാനൽ ചർച്ചകളിലേക്ക് വിളിക്കുകയും എല്ലാവരും ബൈറ്റ് തേടുകയും ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു എത്തിക്സും ഇല്ലാതെ, യാതൊരു മൊറാലിറ്റിയോ യാതൊരു ക്യാരക്ടറോ ഇല്ലാത്ത രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയത്തിൽ തെറ്റായ അഭിപ്രായങ്ങൾ പറയുകയും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ എക്സ്പോസ് ചെയ്യണം എന്നുള്ളത് ഉറപ്പായിട്ടും കേരള സമൂഹത്തെ അല്ലെങ്കിൽ എല്ലാവരും മണ്ടരാണ്, പ്രബുദ്ധത തീരെ ഇല്ലാത്തവരാണ് എന്നുള്ള ചിന്തയിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിൽ ഒരു മാനിപ്പുലേഷൻ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് പ്രതികരിക്കേണ്ട ഒരാളാണ് എന്ന് ധാർമ്മികമായി വിശ്വസിക്കുന്നു. പിന്നെ ആ വിശ്വാസം നല്ലതാണെങ്കിലും ശ്രീനാദേവി കുഞ്ഞമ്മ അറിയേണ്ട ഒരു കാര്യം, ഇതിൽ ഈ അതിജീവിത എന്നല്ലേ നമുക്ക് പേരിട്ട് വിളിക്കാൻ പറ്റൂ. ഈ അതിജീവിതയുടെയൊക്കെ ചില വോയിസ് ഒക്കെ കേട്ട ഒരാളാണ്. കാരണം എനിക്ക് എന്നെ തന്നെ ആദ്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി, മറ്റുള്ളവർക്കും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ വോയിസിലൊക്കെ പറയുന്നതിൻ്റെ ഒരു 25% സത്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാങ്കൂട്ടത്തിൽ കൂടെ വയ്ക്കാവുകയില്ല. ആ വിഷയത്തിൽ സാർ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും പരാതിക്കാരെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിയമത്തിന്റെ മുന്നിലിരിക്കുന്ന ഒരു കേസാണ്. ആ കേസിനെ കുറിച്ച് ഞാൻ പരാമർശിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് വിടുന്നു. നമ്മളിപ്പോൾ അത് നമുക്ക് അല്ലെങ്കിൽ വേറൊരു സമയത്ത് ശ്രീനാദേവി നമുക്ക് വിളിക്കാം. പത്തനംതിട്ട ഇവിടെ വരെയുള്ള ദൂരമല്ലേ ഉള്ളൂ. ഓക്കെ.